നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സാമ്പത്തികപരമായി തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന നിലപാടുകളാണ് നരേന്ദ്രമോദി മന്ത്രിസഭ എടുക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഹോത്ര പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ഈ രാജ്യത്തെ GST പോലുള്ള കാര്യങ്ങളിൽ പുതിയ രീതിയിലുള്ള പരിഷ്കരണം ഏർപ്പെടുത്തിയത് കൊണ്ടൊന്നും ഒരു രീതിയിലും മാറ്റം വരുന്നില്ല. പ്രത്യേകിച്ചും ഈ രാജ്യത്ത് ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം ഇടിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നാലും നേപ്പാൾ പോലുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളുടെ ആ ഒരു ഗതികെട്ട സ്ഥിതി, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. ഈ ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യവും ആ രീതിയിലേക്ക്, നമ്മുടെ രാജ്യം ആ രീതിയിലേക്ക് പോകുന്നതിൻ്റെ സൂചനകളാണ്. അതൊരു മോശമായ അവസ്ഥയായിരിക്കും. നമുക്കറിയാം, 2004 മുതൽ 2014 വരെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് നമുക്ക് കിട്ടിയത്. അദ്ദേഹത്തിനെക്കുറിച്ച് പലരും പല രീതിയിൽ പറഞ്ഞു. അദ്ദേഹം വെറും ഒരു പാവ ഭരണമാണ് നടത്തുന്നത്, സോണിയാഗാന്ധിയാണ് ഇവിടെ രാജ്യം ഭരിക്കുന്നത്, മൻമോഹൻ സിംഗിന് സ്വന്തമായി നിലപാടില്ല, വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് മതിപ്പില്ല. ഒന്ന് ആലോചിക്കൂ, ഇപ്പോൾ എടുക്കുന്ന നയമെന്താണ്? അമേരിക്ക എന്തുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായി ഇന്ത്യ ടാർഗറ്റ് ചെയ്തത്? അതിനുള്ള വഴി വെച്ച് കൊടുത്തത് നമ്മുടെ രാജ്യം തന്നെയാണ്, നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണെന്ന് വളരെ വ്യക്തമായി തന്നെ ക്യാബിനറ്റിലുള്ള മന്ത്രിമാർ വരെ വളരെ വ്യക്തമായി പറയുന്നു. ഇതിന് പ്രത്യേക സാമ്പത്തിക വൈദഗ്ധ്യമോ അല്ലെങ്കിൽ പ്രത്യേകമായ അവബോധമോ ഒന്നും വേണ്ട. ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഈ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക അരാജകത്വം എന്ന് തന്നെ പറയാവുന്ന അവസ്ഥ അത് സൃഷ്ടിച്ചെടുത്തത് നരേന്ദ്രമോദിയുടെ പരിഷ്കരണ നയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ടാണ് നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ശക്തമായി പ്രതിപക്ഷം എതിർക്കുകയും അതിനെ സുപ്രീം കോടതി പോലും ബാൻ ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത്? എന്തുകൊണ്ടാണ്? ഈ വിഷയത്തിൽ നമുക്കറിയാം, വിവിധ പാർട്ടികൾ അവർ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ധനസമാഹരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ SBIയോടും ഒക്കെ സുപ്രീം കോടതി അവസാനം ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്രത്തിന് വേണ്ടി കുഴലൂതുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇതുമായി ബന്ധപ്പെട്ട് സോളിസിറ്റർ ജനറലിനെ വിശദമായി ചോദ്യം ചെയ്തു. വിശദമായി സുപ്രീം കോടതി ചോദ്യം ചെയ്യലിൻ്റെ രീതിയിലേക്കാണ് കൊണ്ടുപോയത് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയൊക്കെ നമ്മൾ കണ്ടത് ഈ രാജ്യത്തെ സാമ്പത്തികപരമായി ഞെരുക്കാൻ, ഇവിടെ ധനികരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരുന്ന സാഹചര്യം മാത്രമാണുള്ളത്. ഇവിടുത്തെ ഭൂരിഭാഗം പണവും രാജ്യത്തെ 2% താഴെ ആളുകളുടെ കയ്യിൽ മാത്രം ഉതകുന്ന രീതിയിലുള്ള നയങ്ങൾ. ഇതാണോ ഇന്ത്യ തിളങ്ങുന്ന, അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിനെ RBIയും ഇപ്പോൾ സുപ്രീം കോടതിയും ശക്തമായി എതിർക്കുകയാണ്.